പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ഒക്ടോബർ 24 നടത്തിയ ഷിഫ്റ്റ് 2-ലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനു മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്ത് അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത് ICTയിലെയും People Development and Environment എന്ന സെക്ഷനിലെയും ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇലക്ട്രോണിക് ടെക്നോളജീസ് ഈസ് ദ കീ ടെക്നോളജി ഫോർ മേക്കിംഗ് ദ തേർഡ് ജനറേഷൻ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ? അതായത് തേർഡ് ജനറേഷൻ മൂന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിക് ടെക്നോളജി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രാൻസിസ്റ്റർ ബേസ്ഡ്, ഇൻ്റഗ്രേറ്റഡ് കറണ്ട് IC ബേസ്ഡ്, വാക്യൂം ട്യൂബ് ബേസ്ഡ്, മാക്രോ പ്രോസസർ ബേസ്ഡ്. ഇത് ശരിക്കും UGC ഡ്രോപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിൻ്റെ ആൻസർ ഈ ഓപ്ഷനിലില്ല. ശരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്, അതായത് മൂന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് ടെക്നോളജി എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പാണ്. അതായത് IC ചിപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് മൂന്നാം തലമുറയിലെ കമ്പ്യൂട്ടറുകൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇൻ്റഗ്രേറ്റഡ് കറണ്ട് ബേസ്ഡ്, ട്രാൻസിസ്റ്റർ, വാക്യൂം ട്യൂബ്, മാക്രോ പ്രോസസർ എന്നിവയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊന്നും ആൻസർ അല്ല. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. തേർഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ 1964 മുതൽ 1971 വരെയാണ്. അപ്പം ഈ IC ചിപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കമ്പ്യൂട്ടറുകളുടെയൊക്കെ സൈസ് അപ്പോഴേക്കും കുറഞ്ഞിരുന്നു. ഇത് ജാക്ക് കിൽബി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നിർമ്മിച്ചത്. അനേകം ട്രാൻസിസ്റ്ററുകൾ ഉൾക്കൊള്ളിച്ചുള്ള ഒരു സിലിക്കൺ ചിപ്പിനാണ് നമ്മൾ ഈ IC ചിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്യാഷ് മെമ്മറിയും വെർച്വൽ മെമ്മറിയൊക്കെ ഉപയോഗിച്ചതും ഈ ജനറേഷനിലാണ്. ഫസ്റ്റ് ജനറേഷനിലെ കമ്പ്യൂട്ടറാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് 1940 മുതൽ 56 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. ഈ ഒരു ടൈമിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതാണ് വാക്യൂം ട്യൂബ് എന്ന് പറയുന്നത്. സെക്കൻഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ 1956 മുതൽ 63 വരെയുള്ള കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ട്രാൻസിസ്റ്ററാണ്. ജോൺ ബാർഡിൻ, വാൾട്ടൺ ബ്രൈറ്റൈൻ, വില്യം ഷോക്ലി എന്നിവർ ചേർന്നാണ് ഈ ട്രാൻസിസ്റ്റർ നിർമ്മിച്ചത്. നാലാം തലമുറ അല്ലെങ്കിൽ ഫോർത്ത് ജനറേഷൻ എന്ന് പറയുന്നതാണ് 1971 മുതലുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിലെ കമ്പ്യൂട്ടറിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മൈക്രോ പ്രോസസർ എന്നുള്ളതാണ്. മൈക്രോ പ്രോസസർ ഉപയോഗിക്കുന്നതിനാൽ മൈക്രോ കമ്പ്യൂട്ടർ എന്നിത് അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ക്രിയേറ്റ് ദ മോസ്റ്റ് സ്റ്റേബിൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വിത്ത് ദ ഫാസ്റ്റർ ഡേറ്റ ട്രാൻസ്മിഷൻ? അതായത് നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അതും നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ ട്രാൻസ്മിഷനിലും ലഭിക്കുന്നത് എങ്ങനെയുള്ളപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യൂസ് എ വയർലെസ് ആക്സസ് പോയിന്റ് ടു കണക്ട് ഡിവൈസസ് വയർലെസ്ലി യൂസിങ് മൊബൈൽ ഫോൺസ്. യൂസ് കോയാക്സിയൽ കേബിൾസ് ടു കണക്ട് ഡിവൈസസ് ഇൻ സീക്വൻസ്. കണക്ട് ഡിവൈസസ് ടു എ സ്വിച്ച് യൂസിങ് ഒപ്റ്റിക് ഫൈബർ കേബിൾസ്. ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ 4 ആണ് ആൻസർ വരുന്നത്. കണക്ട് ഡിവൈസസ് ടു എ സ്വിച്ച് യൂസിങ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിവൈസ് സ്വിച്ചിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് ഏറ്റവും സ്റ്റേബിളും അതുപോലെ തന്നെ ഫാസ്റ്റർ ഡേറ്റ ട്രാൻസ്മിഷനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ സീക്വൻസ് ഓഫ് വേർഡ് A to E ദാറ്റ് കറക്റ്റ്ലി ഫിൽസ് ദ ബ്ലാങ്ക്സ് ഇൻ ദ ഫോളോയിങ് പാരഗ്രാഫ്. In the context of human-computer interaction, a dash is an interface built around visual things and Windows 11 is an example of a dash with these visual things. Dash is a region of the screen used to display information. Dash is a small picture that is used to represent folders, software, etc. Whereas dash is a list of options that the user can select from. നമുക്കിവിടെ തന്നിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മെനു, വിൻഡോസ്, ഐക്കൺ, GUI എന്നിവയാണ്. ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്. അതായത് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻട്രാക്ഷൻ, എ GUI ഈസ് ആൻ ഇൻ്റർഫേസ് ബിൽട്ട് അറൗണ്ട് വിഷ്വൽ തിങ്സ് ആൻഡ് വിൻഡോസ് 11 ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിത്ത് ദീസ് വിഷ്വൽ തിങ്സ്. Windows is a region of the screen used to display information. Icon is a small picture that is used to represent folders, software, etc. Where menu is a list of options that the users can select from. അതായത് GUI എന്നുള്ളതാണ് ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. വിൻഡോസ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ്. വിൻഡോസിലാണ് നമ്മൾ ഇൻഫർമേഷൻസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്നത്. സ്മോൾ പിക്ചേഴ്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഓരോ ഫോൾഡേഴ്സ്, സോഫ്റ്റ്വെയർസ് ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതിനാണ് നമ്മൾ ഐക്കൺ എന്ന് പറയുന്നത്. മെനുവിലാണ് നമുക്ക്
ഓപ്ഷൻസ് ഉള്ളത്, നമ്മൾ എന്താണ് എടുക്കേണ്ടതെന്നുള്ള ആ ഒരു ഓപ്ഷൻസ് ഒക്കെ കിട്ടുന്നത് മെനുവിലാണ്. Next question, with reference to the open source software, which of the following statement are correct? ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചിടത്തോളം താഴെ കൊടുത്തിരിക്കുന്ന എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. It is a software that is distributed with its source code. It always anyone to modify the software to best it fits their needs. It is a software that anyone can use on a trial basis before paying for it. Linux is an example of open source software. അപ്പോൾ ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. സോഴ്സ് കോഡ് വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഇത് എക്സാമ്പിൾ ആയിട്ടോ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് അവരുടെ നീഡ്സ് അനുസരിച്ച് ഇത് മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ട്രയൽ ബേസിസിൽ എടുക്കുകയാണെങ്കിൽ നമ്മളത് പേ ചെയ്യണമെന്നുണ്ട്. ലിനക്സ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണെന്നാണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. അതായത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ സോഴ്സ് കോഡ് വെച്ച് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും മോഡിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ നീഡ്സ് അനുസരിച്ച് മോഡിഫൈ ചെയ്യാനായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നുണ്ട്. അതുപോലെ തന്നെ ലിനക്സ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിളുമാണ്. പക്ഷെ നമ്മളിവിടെ പേ കൊടുക്കേണ്ട ആവശ്യമില്ല. ട്രയൽ ബേസിസിനോ ഒന്നിനും നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി ഉപയോഗിക്കാൻ കഴിഞ്ഞ സോഫ്റ്റ്വെയറുകളാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഉപയോഗിക്കുന്നതിനും പകർപ്പെടുക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും പരിശോധിക്കുന്നതിനും മാറ്റങ്ങൾ വരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഉപയോക്താവിന് സ്വാതന്ത്ര്യം നൽകുന്ന സോഫ്റ്റ്വെയറാണിത്. കുറഞ്ഞ ചെലവ്, സുരക്ഷിതത്വം, കുത്തക കമ്പനികളിൽ നിന്ന സ്വാതന്ത്ര്യം, കാര്യക്ഷമമായ പ്രവർത്തനം, പരസ്പര പ്രവർത്തനക്ഷമത തുടങ്ങിയവ നൽകുന്നതുകൊണ്ട് ഇത് ഇപ്പോഴും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ലിനക്സ്, ഉബുണ്ടു, ഡെബിയൻ, മായ, ഫെഡോറ തുടങ്ങിയവയെല്ലാം ഇതിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 മാൽവെയർ ടൈപ്പുകളാണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2 കാറ്റസിക്സ്, ട്രാപ്പ് ഡോർ, ടൈം ബോംബ്, പോളിമോർഫിക് വൈറസ്, മാക്രോ വൈറസ് എന്നിവയാണ് തന്നിരിക്കുന്നത്. കാറ്റസിക്സിൽ പ്രൊഡ്യൂസസ് വേരിയിങ് ബട്ട് ഓപ്പറേഷണലി ഇക്വിവലന്റ് കോപ്പീസ് ഓഫ് ഇറ്റ് സെൽഫ്, കോഡ് ദാറ്റ് അലൗസ് അൺഓതറൈസ്ഡ് ക്വിക്ക് ആക്സസ് അറ്റ് എ ലേറ്റർ ടൈം, instructions interpreted rather than executed, triggers action when specified time occurs. ഈ മാൽവെയറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നെറ്റിൻ്റെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് മാൽവെയർ എല്ലാവരും നോക്കിയിട്ട് വേണം പോകാനായിട്ട്. നമുക്ക് എന്നാലും മാൽവെയറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അതുകൊണ്ട് 2 മാർക്ക് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. അതായത് ട്രാപ്പ് ഡോർ എന്ന് പറഞ്ഞാൽ കോഡ് ദാറ്റ് അലൗസ് അൺഓതറൈസ്ഡ് ക്വിക്ക് ആക്സസ് അറ്റ് എ ലേറ്റർ ടൈം. ടൈം ബോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിഗേഴ്സ് ആക്ഷൻസ് വെൻ സ്പെസിഫൈഡ് ടൈം ഒക്വേഴ്സ്. പോളിമോർഫിക് വൈറസ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസസ് വേരിയിങ് ബട്ട് ഓപ്പറേഷണൽ ഇക്വിവലന്റ് കോപ്പീസ് ഓഫ് ഇറ്റ് സെൽഫ്. മാക്രോ വൈറസ് എന്ന് പറഞ്ഞാൽ കോഡ് ദാറ്റ് അലൗസ് അൺഓതറൈസ്ഡ് ക്വിക്ക് ആക്സസ് അറ്റ് എ ലേറ്റർ ടൈം. ട്രാപ്പ് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിഡൻ അല്ലെങ്കിൽ സീക്രട്ട് എൻട്രി പോയിൻ്റ് ആണ്. അത് നമ്മുടെ സിസ്റ്റത്തിൽ ബിൽഡ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് അൺഓതറൈസ്ഡ് ആക്സസ് അല്ലെങ്കിൽ കൺട്രോളാണ് ഇവിടെ പോകുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഇത് സംഭവിക്കുന്നത്. അതായത് ട്രാപ്പ് ഡോർ എന്ന് പറഞ്ഞൊരു ബാക്ക് ഡോറാണ്. അതായത് ഇവിടെ സീക്രട്ട് എൻട്രി നടക്കുകയാണ്. ടൈം ബോംബ് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ്. അതായത് ഒരു സ്പെസിഫിക് ഡേറ്റിൽ അല്ലെങ്കിൽ ടൈമിൽ ഇത് ആക്ടിവേറ്റ് ആകാൻ പാകത്തിനാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. അതായത് നമുക്ക് ഈ ടൈം ബോംബൊക്കെ വയ്ക്കുക, ചില ടൈം ബോംബ് വെച്ചിട്ട് ഇത്ര ടൈം ആകുമ്പോൾ ബ്ലാസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും ഒരു സർട്ടൈൻ പീരീഡ് അല്ലെങ്കിൽ ടൈം ആകുമ്പോൾ ഇത് ആക്ടിവേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. പോളിമോർഫിക് വൈറസ് എന്ന് പറയുന്നത് ഒരു മെറ്റാമോർഫിക് വൈറസ് ആണ്. ഇതൊരു മാൽവെയർ ആണ്. ന്യൂ ഡിക്രിപ്ഷൻ റുട്ടീൻസിലൂടെ ഇത് റിപ്പീറ്റ്ലി മ്യൂട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതിൻ്റെ അപ്പിയറൻസ് അല്ലെങ്കിൽ സിഗ്നേച്ചർ. മലേഷ്യസ് വൈറസ് അല്ലെങ്കിൽ മാക്രോ വൈറസ് എന്ന് പറയുന്നത് ഒരു മലേഷ്യസ് പ്രോഗ്രാമാണ്. അത് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസിലാണ് എംബഡ് ചെയ്തിരിക്കുന്നത്. ഇത് സ്പ്രെഡ് ചെയ്യുന്ന ഇമെയിൽ അറ്റാച്ച്മെൻറ്റ്സിലൂടെ അല്ലെങ്കിൽ ഷെയർഡ് ഡോക്യുമെൻറ്റ്സിലൂടെയാണ്. അപ്പം നമ്മൾ അത് ഓപ്പൺ ആയി കഴിയുമ്പം അല്ലെങ്കിൽ ആ ഒരു ഫോൾഡർ ആ ഡോക്യുമെൻറ്റ് നമ്മൾ ഓപ്പൺ ആക്കി കഴിയുമ്പം ഈ ഇൻഫെക്റ്റഡ് ഫയൽ ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ICTയിലെ 5 ക്വസ്റ്റ്യൻസ് നോക്കി. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന സെക്ഷനിലെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് വാസ് കൺസിഡർഡ് ഡ്യൂറിംഗ് ദ സെക്കൻഡ് കംപ്ലയിൻസ് പീരീഡ് ഓഫ് ക്യോട്ടോ പ്രോട്ടോക്കോൾ അറ്റ് ദോഹ. ക്യോട്ടോ പ്രോട്ടോക്കോൾ ദോഹയിൽ വെച്ച് നടന്നതിൻ്റെ ആ ഒരു സെക്കൻഡ് കംപ്ലയിൻസ് പീരീഡിൽ ഏത് ഗ്രീൻ ഹൗസ് ഗ്യാസിനാണ് നമ്മൾ കൺസിഡർ ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
സൾഫർ ഹെക്സാഫ്ലൂറൈഡ്, ഹൈഡ്രോഫ്ലൂറോ കാർബൺസ്, നൈട്രജൻ ട്രൈഫ്ലൂറൈഡ്, പെർഫ്ലൂറോ കാർബൺസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്, നൈട്രജൻ ട്രൈഫ്ലൂറൈഡിനാണ്. സെക്കൻഡ് കമ്മിറ്റ്മെൻറ്റ് പീരീഡിൽ ക്യോട്ടോ പ്രോട്ടോക്കോൾ അത് ദോഹയിലായിരുന്നു. അവിടെ നമ്മൾ എഗ്രി ചെയ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ ട്രൈഫ്ലൂറൈഡ് NF3 എന്നായിരുന്നു. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ ലിസ്റ്റിലോട്ട് നമ്മൾ നൈട്രജൻ ട്രൈഫ്ലൂറൈഡും കൂടെ ആഡ് ചെയ്തു. അതായത് കൺട്രീസ് ഇതിൻ്റെ ആ ഒരു ഉപയോഗമൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യുകയും അതുപോലെ തന്നെ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ ആ ഒരു ലിസ്റ്റിലോട്ട് ഇതും വരുവാണ് ചെയ്തത്. സെക്കൻഡ് കമ്മിറ്റ്മെൻറ്റ് പീരീഡ് നടന്നത് 2013 തൊട്ട് 2020 വരെയായിരുന്നു. ഇനി നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ ആ ഒരു ലിസ്റ്റിൽ വരുന്നത് ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ ഇതിൽ വരുന്നതിൻ്റെ അത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രജൻ ഓക്സൈഡ്, ഹൈഡ്രോഫ്ലൂറോ കാർബൺസ്, പെർഫ്ലൂറോ കാർബൺസ്, സൾഫർ ഹെക്സാഫ്ലൂറൈഡ് എന്നിവയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 പാർട്ടിക്കുലേറ്റ് മാറ്റർ ടേംസും ലിസ്റ്റ് 2 അതിൻ്റെ എക്സ്പ്ലനേഷൻസും ആണ് കൊടുത്തിരിക്കുന്നത്. എയറോസോൾസ്, നാനോ പാർട്ടിക്കിൾസ്, സ്മോക്ക്, ഫൈൻ പാർട്ടിക്കിൾസ് എന്നിവയാണ് തന്നിരിക്കുന്നത്. Particles formed by incomplete combination with mixture of carbon volatiles. Particle with size less than 2.5 micrometer. Particle with size less than 0.2 micrometer. Any solid or liquid particle suspended in air. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്. അതായത് എയറോസോൾസ് എന്ന് പറഞ്ഞാൽ എനി സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് പാർട്ടിക്കിൾ സസ്പെൻഡഡ് ഇൻ എയർ, അതായത് എയറിൽ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്ന ലിക്വിഡ് അല്ലെങ്കിൽ സോളിഡ് പാർട്ടിക്കിൾസിനാണ് നമ്മൾ എയറോസോൾസ് എന്ന് പറയുന്നത്. നാനോ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് 0.2 മൈക്രോമീറ്ററിലും താഴെയുള്ള പാർട്ടിക്കിൾസിനാണ് നമ്മൾ നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇനി സ്മോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 മൈക്രോമീറ്ററിന് താഴെയുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ സ്മോക്ക് എന്ന് പറയുന്നത്. ഫൈൻ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ വോൾട്ടേഴ്സിൻ്റെ ആ ഒരു ഇൻകംപ്ലീറ്റ് കോമ്പിനേഷൻ വഴി ഉണ്ടാകുന്ന പാർട്ടിക്കിൾസിനാണ് നമ്മൾ ഫൈൻ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. Next question, which of the following is an example of negative feedback in the context of climate change? Climate change in the context il varuna negative feedback ennaanu choichirikkunnu. Oceans remove carbon dioxide from the air. Warming increases water vapor in air. Snow cover loss and ice shelf melt reduce sun's reflection. Global temperature increases due to global warming. ഏതായിരിക്കും? ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്. അത് നെഗറ്റീവായിട്ട് വരുന്ന ഓഷ്യൻസ് റിമൂവ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ എയർ. അത് തെറ്റാണ്. ഓഷ്യൻസ് ഒരിക്കലും എയറിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യുന്നില്ല. വാർമിംഗ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ എയറിലുള്ള വാട്ടർ വേപ്പർ ഇൻക്രീസ് ചെയ്യും. അത് ചൂട് കൂടുന്നതനുസരിച്ച് വാട്ടർ വേപ്പർ കൂടുമല്ലോ. അതുപോലെ തന്നെ സ്നോ കവർ ലോസ് ആൻഡ് ഐസ് ഷെൽഫ് റിഡ്യൂസ് സൺസ് റിഫ്ലക്ഷൻ, അതും ശരിയാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ് കൂടുന്ന വഴി ഗ്ലോബൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഓഷ്യൻ റിമൂവ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ എയർ എന്നുള്ളത് തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബേണിംഗ് ഓഫ് സോളിഡ് വേസ്റ്റ് സച്ച് എസ് ക്യാൻസ്, ബാറ്ററീസ്, പ്ലാസ്റ്റിക് എക്സെട്ര ജനറേറ്റ്. അതായത് ക്യാൻ, ബാറ്ററീസ്, പ്ലാസ്റ്റിക് എന്നിങ്ങനെയുള്ള സോളിഡ് വേസ്റ്റുകൾ ബേൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് രൂപപ്പെടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടായിട്ട് ഇതാണ് ഉണ്ടാകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൈക്രോ പ്ലാസ്റ്റിക്, ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, ഡയോക്സിൻസ്, പോളിക്ലോറിനേറ്റഡ് ബൈഫെനൈൽസ്, ഹാലോൺസ്. ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ 2 ആണ്. അതായത് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ, ഡയോക്സിൻസ്, പോളിക്ലോറിനേറ്റഡ് ബൈഫെനൈൽസുമാണ് ഉണ്ടാകുന്നത്, PCBസുമാണ് ഉണ്ടാകുന്നത്. ഈ ഡയോക്സിൻ പോലുള്ള ഈ ഒരു ടോക്സിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഗ്യാസസ് ഒക്കെ എല്ലാവർക്കും, അതായത് നമ്മുടെ ക്ലൈമറ്റിന് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റിനും മനുഷ്യർക്കും ഇതൊക്കെ വളരെ ഹാംഫുള്ളാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 നേച്ചർ ഓഫ് സബ്സ്റ്റൻസ്, ലിസ്റ്റ് 2 എഫക്ട്സുമാണ്. അലർജൻസ്, കാർക്കിനോജൻസ്, മ്യൂട്ടേജൻസ്, ടെറട്ടോജൻസ് എന്നിവയാണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2 എഫക്റ്റിൽ സബ്സ്റ്റൻസ് ദാറ്റ് കോസ് ക്യാൻസർ, സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ഹാമ്പർ എംബ്രോണിക് ഗ്രോത്ത്, സബ്സ്റ്റൻസ് ദാറ്റ് ആക്ടിവേറ്റ് ദ ഇമ്മ്യൂൺ സിസ്റ്റം, സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ഡാമേജ് ഓർ ഓൾട്ടർ ജനറ്റിക് മെറ്റീരിയൽസ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അതായത് അലർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റൻസ് ദാറ്റ് ആക്ടിവേറ്റ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ആണ്. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് അലർജൻസ് എന്ന് പറയുന്നത്. കാർക്കിനോജൻസ് എന്ന് പറയുന്നത് ക്യാൻസർ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസിനാണ്. മ്യൂട്ടേജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽസിനെയൊക്കെ ഓൾട്ടർ ചെയ്യുക അല്ലെങ്കിൽ ഡാമേജ് ചെയ്യുന്നതാണ് നമ്മൾ മ്യൂട്ടേജൻസ് എന്ന് പറയുന്നത്. ടെറട്ടോജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എംബ്രോണിക് ഗ്രോത്തിനെ ഹാമ്പർ ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ്
ടെർട്ടോജൻസ് എന്ന ആ ഒരു ഇതിൻ്റെ കീഴിൽ വരുന്നത്. ICTയിലെ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന സെക്ഷനിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്ത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്